കുറെ എന്തായി കിട്ടിയാ ഇവിടെ അല്ലേക്ക് കറക്റ്റ് എട് ആഹാ പടാ സൈസ് തുടങ്ങിട്ടാ ഇവിടുത്തോ അതോ അത് പോണേ അതാ അതാ അയ്യ എനിക്ക് മനസ്സിലായി മീ അവിടെ ഉണ്ടെന്ന് കാക്കതോ വരണ്ടേ കുറെ ഇത് പിടിച്ചേറ്റില്ലേ അതിനൊക്കെട്ടാ മുതലാട്ടാ സൂപ്പർ നല്ല കുത്ത നടക്കണ്ട് അതും പോയി ഇവിടെ കാല് വെച്ചുകൊണ്ട് നടക്കുമ്പോ കണ്ടില്ലേ കാല് താന്ന് പോണ കണ്ടില്ലേ കാലവിടെ വെച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോ ഇതാ താന്ന് പോണിട്ടാ അതാണ് അവസ്ഥ വേനട്ട് അടുത്തത് ചെളിന്ന് കരക്ക് കൊണ്ട് തട്ടി മാറ്റണം അപ്പൊ ഇതിന് പിടിക്കാൻ സുഖമാണ് ഫുട്ബോളിൽ എന്തോ കയറിക്കണം തോന്നുന്നുണ്ട് ഫുട്ബോൾ പടഞ്ഞ് കിട്ടിയാ അവിടെ ഇവിടെ ഓ മനുഷ്യ എടുത്ത കാച്ച ഇവിടെ കൂറ മുതലേ പ്രാവശ്യം കിട്ടിയാൽ ഏറ്റവും വലുതാണോ പോയിട്ടാ ചേളെ കൈയിടല്ലടാ ചേളെ കൈയിടല്ല ചേളല്ലേ തൂക്കിക്കാണി രണ്ടിന്റെ മേലക്കുണ്ടാവും അല്ലേ ഇതുപോലെ ചണ്ടി മാറ്റണ സമയത്താട്ടാ മീനിങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നേരത്തെ ഒരു വലുത് കിട്ടിയത് അത് അതുപോലെ പുറത്തോട്ട് അതിനെ ചണ്ടി മാറ്റി കിട്ടിയതാണ് കിട്ടിയാ നാടനല്ലേ അതാ പോണ് വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി ഏയ് അക്ബറിന്റെ കയ്യിൽ നിന്ന് പോയതല്ലേ അതാ കിടി ഒതുങ്ങണില്ല പൊക്കിക്ക വരുന്നേ അടുത്തത് ആ കൈവാലല്ലേ അവിടെ ആ കൈവാലയിൽ ഇട്ടോ രണ്ടും കൂടി അതോ അടുത്ത് കയറിക്കുന്നത് ആ സലാമൊക്കെ അവിടെ അടുത്ത് കയറ്റിട്ടാ ചില വലിപ്പം കാണിച്ചാ നമുക്ക് ഇടയിൽ ആ ഒന്ന് കിട്ടിയില്ലേ ആ ഒരു ഇതില്ലെന്നുണ്ടല്ലേ കൈന്റെ സൈസ് വെച്ചാൽ കൈമ കൃത്തിക്കാം നമുക്ക് അവിടെ നല്ല തപ്പല്ല കടു ആ ഒരു പിടുത്തണ്ടല്ലോ അത് ശ്രദ്ധയോടായില്ലെങ്കിൽ പണിയാളും നിർത്തി പറ ഒന്ന് കഴിഞ്ഞ് എത്രത്തോളം മീൻ കിട്ടിയെന്നുള്ളത് പറയാം.
ചെറിയൊരു കുഴിയാണെന്ന് സെഞ്ചുറി മീൻ ചേള കയ്യിൽ വേഗം ചാവും. വലുത് നോക്കിയിട്ട് ആദ്യമായിട്ട് പിടിച്ചിട്ടോ. അപ്പൊ നമുക്ക് എത്രത്തോളം കിട്ടുന്നുള്ള അല്ലമാരെ കാണാൻ പറ്റുമോ? എന്നോട് പറ്റുവാ? എന്നോട് പറ്റുവാ? പറ്റൂല. അങ്ങോട്ട് തട്ടാ തല അങ്ങോട്ട് തട്ട്. 4 ഉണ്ടല്ലോ വലുത്. ഇങ്ങോട്ട് ഇണ്ടാ 6 ഉണ്ടാവും. അത് 8 5 ഇതില്ലേ. ഒന്നും കൂടി ഉണ്ടല്ലോ വലുത്. പിന്നെ ഇത് നാടനല്ല. അത് നാടന. അത് നമ്മൾ ബസ് കിട്ടിയതാണ്. ഒന്നും കൂടി ഉണ്ട് വലുത്. ഞാക്കാണ് ശരി നാളെ നീ കടുവാണ്. നീ കൈയിടാൻ നിൽക്കണ്ട. ശരിയണ്ട. അല്ലെ അങ്ങനെ ഇറക്കി ചാളെ ഇതെടുത്ത് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഇവിടെ. കൈക്കോട്ട് 3 വലയിലുള്ളൂ. നിജു പോരാ. ഞങ്ങള് ഏറ്റിയാണ്ട് പോരെ. വെയില് ചൂടാകുമ്പോഴത്തേന് മീൻപിടുത്തം കഴിഞ്ഞിട്ട് പോവാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകൾക്ക് ശേഷമായിട്ട് മറ്റു വീഡിയോയിൽ കാണാം.